മഹാമാഘ മഹോത്സവത്തിന്റെ ഭാഗമായി തമിഴ്നാട്ടിലെ തിരുമൂർത്തിമലയിൽ നിന്ന് തിരുനാവായയിലേക്ക് പൂജിച്ച ശ്രീചക്രവുമായി മഹാമേരു രഥയാത്ര എത്തി. വൻ സ്വീകരണം നൽകിയാണ് രഥത്തെ തിരുനാവായയിലേക്ക് സ്വീകരിച്ചത്. പാലക്കാട് ജില്ലയിലെ വിവിധ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങി വൈകിട്ടോടെ കുറ്റിപ്പുറത്തെത്തി. ഇവിടുത്തെ സ്വീകരണത്തിന് ശേഷമാണ് തിരുനാവായയിലെത്തിയത്. കേരളത്തിന്റെ പുണ്യമായ ഭാരതപ്പുഴയുടെ മണൽത്തട്ടിൽ 2026 ജനുവരി 18 മുതൽ ഫെബ്രുവരി 3 വരെ നടക്കുന്ന മഹാമാഘ മഹോത്സവത്തിന്റെ വിളംബര രഥയാത്രയാണ് ധന്യമായ ഈ രാജവീതികളിൽ. മുത്തുകടകളും താലപ്പൊലിയും വാദ്യഘോഷവുമായി നൂറുകണക്കിന് ഭക്തർ ഘോഷയാത്രയായാണ് രഥത്തെ സ്വീകരിച്ചത്. തിരുനാവായ നാവാമുകുന്ദ ക്ഷേത്ര പരിസരത്ത് ജുന അഖാഡയുടെ മഹാമണ്ഡലേശ്വർ സ്വാമി ആനന്ദവനം ഭാരതി, താനൂർ അമൃതാനന്ദമയി മഠാധിപതി അതുല്യാമൃത പ്രാണ, ഗുരുവായൂർ ഷിർദി സായി മന്ദിരത്തിലെ മൗനയോഗി സ്വാമി ഹരിനാരായണൻ എന്നിവർ ചേർന്നാണ് രഥത്തെ സ്വീകരിച്ചത്. സ്വാഗത സംഘം വർക്കിംഗ് ചെയർമാൻ കെ ദാമോദരൻ, ചീഫ് കോർഡിനേറ്റർ കെ കേശവദാസ് എന്നിവർ നേതൃത്വം നൽകി. തുടർന്ന് ക്ഷേത്രത്തിന്റെ കിഴക്കേ നടയിലെത്തിയ ശ്രീചക്രത്തെ ശബരിമല മുൻ മേൽശാന്തി അരീക്കര സുധീർ നമ്പൂതിരി ആരതിയൊഴിഞ്ഞ് പൂജിച്ചു. ഇവിടെ നിന്ന് നദിയിലൊരുക്കിയ യജ്ഞശാലയിലെത്തിച്ച് ശ്രീചക്രം പ്രതിഷ്ഠിച്ചു. താൽക്കാലിക പാലത്തിലൂടെ ഭക്തർ യജ്ഞശാലയിലെത്തി. ഇവിടെ പൂജകളിലും നിള ആരതിയിലും പങ്കെടുത്താണ് മടങ്ങിയത്. ഭാരതപ്പുഴയൊഴുകുന്ന ദേശങ്ങളിലൂടെയാണ് രഥയാത്ര തിരുനാവായയിലെത്തിയത്. പാലക്കാട് പ്രവേശിച്ചതു മുതൽ ഒട്ടേറെ സ്ഥലങ്ങളിൽ സ്വീകരണങ്ങളുണ്ടായിരുന്നു. രഥത്തിൽ കെടാവിളക്ക് സ്ഥാപിച്ചിരുന്നു. വിവിധ ക്ഷേത്രങ്ങളിൽ നിന്ന് ഭക്തരെത്തിച്ച ദീപങ്ങൾ കെടാവിളക്കിൽ ലയിപ്പിച്ചു. ദീപങ്ങൾ എത്തിച്ച ഭക്തസംഘങ്ങൾക്ക് സംഘാടക സമിതി ആൽവൃക്ഷ തൈകൾ നൽകി. ന്യൂസ് ഡെസ്ക് മീഡിയ വിഷൻ. പെട്ടെന്നൊരാവശ്യം വരുമ്പോൾ പെട്ടെന്ന് കാശ് കിട്ടണ്ടേ? KSFE ഗോൾഡ് ലോൺ, കുറഞ്ഞ പലിശ, കൂടുതൽ തുക, കൂടുതൽ വേഗത്തിൽ. KSFE, ഈ നാടിന്റെ ധൈര്യം.